ഞാൻ അഭിനയിച്ച അനാർക്കലി സിനിമയിലെ ഒരു പാട്ടാണ്. നല്ല രസമാണ്. മോന്റെ ശബ്ദം ഭയങ്കര രസമുണ്ട്. Come on, try, രാജ. ട്രൈ ചെയ്ത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? വലിച്ചു പൊട്ടിച്ച് പുതിയ സാധനം ഉണ്ടാക്കണം. പൊട്ടിക്കാൻ വീട്ടിലൊന്നും ഇല്ല ബാക്കി. ഒരു കംപ്ലീറ്റ് ഒരു മ്യൂസിക്കൽ ഷോ ആണ് ഇതെങ്കിൽ അത് ട്രൈയും കൊണ്ട് വിട്ടോളം അറിയരുത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലി. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് നല്ല നല്ല പെർഫോമൻസിൽ കാണാനായിട്ടും അവരെ വിലയിരുത്താനുമായിട്ട് നമ്മുടെ ഫാമിലി ജഡ്ജിനെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം മിയ. അപ്പോൾ മിയയുടെ സെമി ഫൈനൽ റൗണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വരുന്ന ഫാമിലീസിനെ പോലെ തന്നെ ടെൻഷനും അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റും ആണ് മിയയ്ക്ക്, ഒരു ജഡ്ജ് എന്ന രീതിയിലും ഒരു പ്രേക്ഷക എന്ന രീതിയിലും ഒക്കെ. അപ്പം ഇതുവരെ കണ്ടതിൽ വെച്ച് നമ്മുടെ ഫിനാലെ എങ്ങനെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്? ഫിനാലെ നല്ല കട്ട കോമ്പറ്റീഷൻ ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇവിടെ തന്നെ സെമി ഫൈനൽസിൽ തന്നെ ഇത് എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ളൊരു ഒരു കൺഫ്യൂഷനിലായിരുന്നു. കൺഫ്യൂഷൻ ഉള്ളതല്ല, അവർ നന്നായി പെർഫോം ചെയ്തത് കാരണം കട്ടക്ക് നിൽക്കുക. അതെ അതെ. അപ്പൊ ഇതിൽ നിന്ന് ഏതിനെ എടുക്കണം, ഏതിനെ പുറകോട്ട് വെക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനത്തെ ദി ബെസ്റ്റ് ആൾക്കാരെ തന്നെ നമ്മൾ ഫിനാലയിലേക്ക് വെച്ചപ്പോ ആ ഫിനാലയിലുള്ളവരെല്ലാരും കൂടെ അല്ലേ ഒരുമിച്ച് വരുന്നത്. അത് ഇത്രയും ആൾക്കാരെ ഒറ്റയ്ക്ക് ജഡ്ജ് ചെയ്യണം. എന്റെ കൂടെ താനും കൂടെ ഉണ്ടല്ലോ. തന്റെ ഒരു മോറൽ സപ്പോർട്ട് എനിക്ക് വളരെ വാല്യൂബിൾ ആണ്. നമുക്ക് ഡയറക്ടർ സാറിനോട് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് പോൾ വെച്ചാലോ അന്ന് വോട്ടിംഗ്. നമ്മുടെ പകുതി സമാധാനം ഓഡിയൻസ് കണ്ടിട്ട് എങ്ങനെ. പക്ഷെ ലൈവ് അല്ലല്ലോ, അതല്ലേ പ്രശ്നം. ഞങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഈ ഷോവിന്റെ പേര് പോലെ തന്നെ സൂപ്പർ ഫാമിലിയാണ്. അവരത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം മാറ്റി നിർത്താന്ന് പറയുന്നത് ഒരു വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇനി ഫിനാലെ റൗണ്ടിൽ ആ കടുകട്ടി മത്സരം നമ്മൾ കാണുമ്പോൾ അത് പോസിറ്റീവായിട്ട് എല്ലാവരും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം മിയ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇന്നും കുറെ നല്ല പെർഫോമൻസുകൾ ഉണ്ട്. സോ റെഡി? യെസ്. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയിൽ ഇനി സിഗ്നേച്ചർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത്, അതായത് നമ്മളുടെ മ്യൂസിക് സ്റ്റാർസ് ഫാമിലിയാണ്. മ്യൂസിക് സ്റ്റാർ ഫാമിലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പാടും, അമ്മ പാടും, മോള് പാടും, മോനും അത്യാവശ്യം പാട്ടൊക്കെ പാടും അല്ലേ? അപ്പൊ നമുക്ക് മോനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് സിഗ്നേച്ചർ റൗണ്ട് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ചെയ്തു നിങ്ങള്? നന്നായിട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടാളുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അച്ഛനും മോനുമാണ് സിഗ്നേച്ചറിൽ അല്ലേ? നിങ്ങളാണ് കയ്യൊപ്പ് പതിക്കാൻ നല്ലത്. അമ്മയും ചേച്ചിയും അത്ര പോരാ. അതാണ് അവൻ പറഞ്ഞ് അവരത്രയും പോരാ. അതുകൊണ്ട് ഞങ്ങൾ അച്ഛനും മോനും അങ്ങ് കളത്തിൽ ഇറങ്ങാന്ന് തീരുമാനിച്ചു. നല്ല നല്ല പാട്ടൊക്കെ തന്നെ സെലക്ട് ചെയ്തിട്ടില്ലേ? നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? അപ്പൊ എനിക്ക് സ്വസ്തിക്കിന് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ആ വിശ്വാസത്തിൽ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു പാട്ട് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നമ്മുടെ ടീം മ്യൂസിക് സ്റ്റാർസിനെ സ്വാഗതം ചെയ്യുന്നു. വാർന്നുവോ പിന്നില ചന്ദനം പെയ്തനാൾ വിങ്ങിയോ സാഹിബ ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹിബ.
രാഗം സാഹിബ 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 എൻ മൊഴി ചെപ്പിൻ തളിർമോഹം വരം കേൾക്കേ നിൻ മിഴിക്കുമ്പിൽ കുളിർനാണം തലോടുന്ന അലിവാർന്ന നോവ് പാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ട് ഒരു കാവ്യരാഗശില്പം എൻ പ്രാണസങ്കടം സാഹിബ 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 ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ എന്നിലെ സാഗരം മുഖമായി വാർന്നുവോ പിന്നില ചന്ദനം വേദന വിങ്ങിയോ സൂപ്പർ ടീം മ്യൂസിക് സ്റ്റാർസ്. താങ്ക് യു. ഇത് മീ ആയിരിക്കും ഈ പാട്ടിനെ കുറിച്ച് പറയാൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുന്നത് അല്ലേ? ഞാൻ അഭിനയിച്ച അനാർക്കലി സിനിമയിലെ ഒരു പാട്ടാണ്. നല്ല നല്ല രസമായിട്ട് അച്ഛനും മോനും കൂടെ പാടി. നല്ല രസമാണ്. മോന്റെ ശബ്ദം ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമുണ്ട് മോനെ. മോനെ സ്കൂളില് കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഓ, ഓക്കെ. ലൈറ്റ് മ്യൂസിക് ആണ്. ഏത് ഐറ്റത്തിനാ പങ്കെടുക്കുന്നേ? ഞാൻ ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ആ, ശാസ്ത്രീയ സംഗീതം ഓ, അതിനൊക്കെ നിക്കലുണ്ട്. അതിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. കാരണം എനിക്ക് തോന്നുന്നു മോന്റെ സ്കൂളിലെ ഒരു അസറ്റ് തന്നെയായിരിക്കും മോൻ. കാരണം പാട്ടിന് മത്സരത്തിന് വിട്ടു കഴിഞ്ഞാൽ സമ്മാനമായിട്ട് ഇങ്ങ് പോരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ടീച്ചർമാർക്കൊക്കെ അല്ലേ? അതെ അതെ അതെ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പാട്ട്. നിങ്ങൾ രണ്ടുപേരും കട്ടക്കി കട്ടക്കി നിന്ന് പാടിയെന്നും പറയാം. അത് ആ ശബ്ദത്തിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് ഈ പാട്ടിൽ അതൊരു സുഖമാണ് ശരിയാണ് കേൾക്കാൻ. അതെ അതെ. നല്ല നല്ല പാട്ട്. നല്ല രസമുണ്ട്. ആരാ സോങ് സെലക്ട് ചെയ്തത്? അച്ഛനാണോ അതേ സ്വസ്തിക്കിന് ഇഷ്ടം? എങ്ങനെയായിരുന്നു? ഞാനാണ് സെലക്ട് ചെയ്തത്. പക്ഷെ അത് പാടാൻ പറ്റുമോന്ന് വിചാരിച്ചില്ല. എന്താ? അത് ഹരിഹരൻ സാറ് പാടിയോണ്ട് അപ്പം മകനാണ് എനിക്കൊരു ഫലം തന്നത്. അച്ഛൻ പാടിക്കോ. അതാണ്. ഞാൻ ഏതായാലും പാടുന്നുണ്ട്. അച്ഛൻ വേണമെങ്കിൽ കൂടെ പാടിക്കോ. അങ്ങനെയാണോ? ആർക്കായിരുന്നു ഈ പാട്ടില് കോൺഫിഡൻസ് കൂടുതൽ? മോന് തന്നെയായിരുന്നു അല്ലേ? ആയിരിക്കും, ഉറപ്പാണ്. മൊത്തത്തിൽ ഇവരുടെ ഫാമിലിയില് കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് സ്വസ്തിക്കാണ്. സ്വസ്തികല്ലേ സാധനങ്ങളൊക്കെ വലിച്ചു പൊട്ടിക്കും, എന്നിട്ട് വേറെ പുതിയ ഐറ്റം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞേ. ഞാൻ ഈ പരിപാടി നിർത്തി. അയ്യോ, അങ്ങനെ ചെയ്യരുത് മോനെ. വലിച്ചു പൊട്ടിച്ച് പുതിയ സാധനം ഉണ്ടാക്കണം. പൊട്ടിക്കാൻ വീട്ടിലൊന്നും ഇല്ല ബാക്കി. വീട്ടിലെ സാധനം ഇല്ല, അത് ഓക്കെ. പക്ഷെ ഈ മറ്റത് നല്ലൊരു കഴിവാണ്. ഓരോ സാധനങ്ങളിൽ നിന്ന് പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത. അച്ഛനും അമ്മയും ഓർക്കായിരിക്കും ഇതിനുള്ള ബഡ്ജറ്റ് നീ തരുമോ? അതായത് വീട്ടിലെ സാധനം പൊട്ടിക്കണം എന്നല്ല, പക്ഷെ കുറെ കഴിയുമ്പോ എന്തെങ്കിലും സാധനം പഴയതാവൂല്ലോ വീട്ടില്. പഴയതല്ല, ഞാൻ എടുത്ത് പൊട്ടിക്കും. ഇനി ഉള്ളത് പഴയതാവുമല്ലോ, അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് പുതിയതാക്കണം. ഓക്കെ. ചേച്ചി ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഒന്നും പറ്റില്ലെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വന്നോ. എന്റെ വീട്ടിലെ ഫാനും TV പഴയതൊക്കെ നീ പൊട്ടിച്ചിട്ട് പുതിയതെടുത്തോ. ഫാനത്തെ കപ്പാസിറ്റർ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, എന്ത് വേണമെങ്കിൽ എടുത്തോ.
ഓക്കെ ചേച്ചി സമ്മതിച്ചിരിക്കുന്നു. അതെ, ഫുൾ അനുവാദം. ഫുൾ അനുവാദം. നമുക്ക് മോന്റെ എന്തെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് ഏതാണ്? ഞാൻ 2 കൊല്ലം മുമ്പേ പാടിയതാ. ഇപ്പൊ പെട്ടെന്ന് എന്താണ് മനസ്സിൽ വരുന്നത്? ലളിതഗാനാണോ? ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഹരിഹരന്റെ ഒരു ആൽബം. ഓക്കെ, ശരി, നോക്കാം. जिंदगी जाम से पहलाने चल जाएंगे, जिंदगी जाम से पहलाने चल जाएंगे, राम सताएगा तो मैं कने चले जाएंगे, जिंदगी जाम से पहलाने चले जाएंगे. അപ്പോ എന്തായാലും റൗണ്ട് ഗംഭീരമാക്കി. അച്ഛനും മോനും ചേർന്നിട്ട് സിഗ്നേച്ചർ റൗണ്ടില് സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട്, അതിൽ നോക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ടീം മ്യൂസിക് സ്റ്റാർസ്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ. 3ാം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയിൽ ഇനി നമ്മൾ സിഗ്നേച്ചർ റൗണ്ടിലേക്കാണ് മിയ പോകുന്നത്. അപ്പോൾ മിയ സെലക്ട് ചെയ്ത എല്ലാവരും പാട്ടുകാരാണ് എന്നുള്ളൊരു സത്യം നമ്മൾ കുറെ എപ്പിസോഡ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എല്ലാം പാട്ടുകാരെയാണ് നമ്മൾ സെലക്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സിഗ്നേച്ചർ റൗണ്ട് എന്ന് പറയുന്നതും പാട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഒരു റെപ്പിറ്റേഷൻ എന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എത്രമാത്രം അവർ ക്രിയേറ്റീവായിട്ട് അതിനെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. അതുമാത്രമല്ല, നല്ല ടൈറ്റ് കോമ്പറ്റീഷനും ആയിരിക്കും. അതെ, എല്ലാവരും നല്ല പാട്ടുകാരാകുമ്പോൾ ആ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതൊരു കണക്കിന് നല്ലതാണ്. നമ്മുടെ ഷോയ്ക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു ആരായിരിക്കും ജയിക്കുക, ആരായിരിക്കും തോൽക്കുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ സിഗ്നേച്ചർ റൗണ്ടിൽ ടീം രാജാസ് സിഗ്നേച്ചർ റൗണ്ടിൽ നിങ്ങൾ സെറ്റാണോ? നിങ്ങളുടെ എന്താണ് സിഗ്നേച്ചർ? എല്ലാം ട്രൈ ആണെന്ന് പറഞ്ഞു. സിഗ്നേച്ചറും ട്രൈ ആണോ? അതെ, സിഗ്നേച്ചറും വലിയൊരു ട്രൈ ആണ്. ആദ്യമായിട്ടാണ് തന്നെ പറയാം. ഓക്കെ, അപ്പൊ വലിയൊരു ട്രൈയുമായിട്ടാണ് സിഗ്നേച്ചർ റൗണ്ടിൽ എത്തുന്നത്. കം ഓൺ ട്രൈ രാജാസ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ സിഗ്നേച്ചർ റൗണ്ടിലേക്ക് നമ്മൾ ട്രൈ ആയിട്ട് വിളിക്കുന്നു ടീം ട്രൈ രാജാസ്.
ഓക്കെ, സോ സിഗ്നേച്ചർ റൗണ്ടിൽ നമ്മുടെ രാജ ട്രൈ ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു ഐറ്റം ട്രൈ എന്താണ് ഈ ട്രൈ ചെയ്ത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? അതല്ല, നമ്മള് അങ്ങനെ ചെയ്യണല്ലായിരുന്നു എന്റെ അഭിപ്രായം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ നല്ലതാവുന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ ഈ സിഗ്നേച്ചർ റൗണ്ടിൽ തന്നെ ഒരു ധൈര്യമായി ട്രൈ ചെയ്യാം. നമ്മൾ ഇതുവരെ അങ്ങനെ പെർഫെക്റ്റ് അല്ലാത്തൊരു സാധനം ട്രൈ ചെയ്യാന്ന് തോന്നാൻ അതൊരു പ്രത്യേക ധൈര്യം പുലിക്കട്ടിയല്ലേ? ഇത് ഇന്നുവരെ ചെയ്തിട്ടില്ലാത്തതെന്ന് നേരത്തെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒന്നാമത് ഞാന് ഫ്ലൂട്ട് പഠിച്ചിട്ടില്ലായിരുന്നു, അതേപോലെ മോന് കീബോർഡും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ചേർന്നിട്ടുള്ളൂ. ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾ ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കീബോർഡിന്റെ ക്ലാസ്സിന് ചേർന്നുണ്ട്, ഞാൻ ഫ്ലൂട്ടിന്റെ ക്ലാസ്സിന് ചേർന്നുണ്ട്. ഞാൻ ഫ്ലൂട്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ അതിനോടൊരു താല്പര്യം തോന്നിയിട്ട് അതിൽ ട്രൈ ചെയ്യായിരുന്നു. അപ്പൊ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറി വന്നതാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു ഷോയിലേക്ക് വന്നപ്പോ ആ പഠിച്ചു തുടങ്ങിയ ഒരു സാധനം സിഗ്നേച്ചർ റൗണ്ടിലേക്ക് കൊണ്ടുവരാൻ തോന്നിയല്ലോ എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു മത്സരത്തില് നമ്മള് മത്സരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രൈ എന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു സാധനം കൊണ്ട് വരുന്നതായിരിക്കും എപ്പോഴും സേഫ്. കാരണം ഇതിപ്പോ ഒരു കംപ്ലീറ്റ് ഒരു മ്യൂസിക്കൽ ഷോ ആണ് ഇതെങ്കിൽ ഈ ട്രൈയും കൊണ്ട് വിട്ടോളം അറിയരുത്. ഇതിപ്പോ നമ്മളിവിടെ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഫാമിലി ഷോ ആണ്. അപ്പൊ അത് കാരണം നിങ്ങൾ ചെയ്യുന്ന പാട്ടിന്റെ സ്വരം മാറി അല്ലെങ്കിൽ താളം ഇച്ചിരി മിസ്സായി അതിനെ ഒന്നും ജഡ്ജ് ചെയ്യാനല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തൊരുമയോടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവ് അത് എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മൾട്ടി ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റും, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഷോയിൽ മ്യൂസിക്കൽ ഷോ അല്ലാത്തത് കാരണം നമ്മൾ എന്തായാലും നിങ്ങളുടെ ഈ കൊച്ചു മിസ്റ്റേക്സ് ഒന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ഓരോ റൗണ്ടും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള ആ ട്രൈ രാജ ആ ഫാക്ടറിൽ തന്നെയാണ് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്തു, തരക്കേടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റി. പാട്ടും ട്യൂണും എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇടയ്ക്കത്തെ കുഞ്ഞു സംഭവങ്ങളൊക്കെ പോയതൊക്കെ മനസ്സിലായെങ്കിൽ നമ്മൾ അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറ്റം പറയാനുള്ളൂ, ഇടയിൽ ശ്രദ്ധിച്ചോ മിയ, കാറ്റ് മാത്രമേ വന്നുള്ളൂ. ഇന്നിസൈ പഴിയെന്ന് പറയുമ്പോ കാറ്റ് മാത്രമേ വന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത്രയും നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ഒരു ഇനിയിപ്പോ ഫിനാലെ ആണെങ്കിലും അല്ലെങ്കിൽ സെമി ഫൈനൽ റൗണ്ടിലേക്കാണ് നിൽക്കുന്ന ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ കൊണ്ടുവരണം ആരായാലും. അല്ലെങ്കിൽ നമുക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അത് വേഗം മാറ്റിയിട്ട് അടുത്തയിലേക്ക് എന്താണോ നമുക്ക് വേറെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുക സ്വിച്ച് ചെയ്യുക. ഇതാണ് നമ്മളൊരു മത്സരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോ ഇതിലിപ്പോ ഡെഫിനറ്റ്ലി ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി എന്ന് പറയത്തില്ല. അപ്പൊ എന്തെങ്കിലും പണി കിട്ടിയാൽ നമ്മൾക്കൊരു സാധനം കൂടെ അത് രാജനായി കാണുമല്ലേ, 10 തലയാ രാവണൻ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസ് ഞങ്ങള് എന്താ പറയാ ഭയങ്കര സൂപ്പർബ് ആണെന്ന് ഒരിക്കലും നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറ്റില്ല. പക്ഷെ ഒരു ട്രൈ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നിങ്ങൾ അച്ഛനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ട്രൈ ചെയ്തു. പുതിയൊരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം, ഇനി അടുത്തൊരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് നോക്കാം. യെസ്, ഓക്കെ.